30 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിൽ നമ്മളിപ്പം ജോയിന്റ് പെയിൻ, അതുപോലെ തന്നെ നീർക്കെട്ട്, മസിൽസ് പെയിന്, ഇങ്ങനെയുള്ള കുറേയധികം വിഷയങ്ങൾ നമ്മൾ കാണാറുണ്ട്. ശരിക്കും ഈ സമയത്ത് യോഗ ചെയ്യാൻ പാടുണ്ട്? അത് ശരിക്കും വളരെ എനിക്ക് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. വേദനയുള്ളപ്പോഴും നീർക്കെട്ടുള്ളപ്പോഴും നമ്മൾ ഒരു എക്സസൈസും ചെയ്യാൻ പാടില്ല. അതായത് ആ വേദനയും നീർക്കെട്ടിനെയും വറ്റിച്ചിട്ടേ നമ്മൾ അവിടെ നിന്ന് പൂർണ്ണമായിട്ടും പോയാൽ മാത്രമേ നമുക്കൊരു എക്സസൈസ്, ഏത് രീതിയിലുള്ള എക്സസൈസും ചെയ്യാൻ പാടില്ല. ഈ ഒരു വേദനയോട് കൂടി നമ്മളൊരു എക്സസൈസ്, അതിപ്പോൾ യോഗ എന്ന് മാത്രമല്ല, ഏത് ടൈപ്പ് ഓഫ് എക്സസൈസ് ചെയ്താലും അതിന് ഭയങ്കരമായുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ജോയിൻറ്റിൻ്റെ ചുറ്റുംപുറം നീർക്കെട്ട് തളം കെട്ടി കിടക്കുകയാണെങ്കിൽ നമ്മൾ അതിനെയാണ് വീണ്ടും വീണ്ടും ഇട്ട് സ്ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ജോയിന്റ് പെയിൻ മാത്രമല്ല, ഈ നീർക്കെട്ട് മൈഗ്രേറ്റിംഗ് ഇൻഫ്ലമേഷൻ എന്ന് പറയും. വേറെ പല ഭാഗങ്ങൾ നമ്മൾ പറയില്ലേ, ഇതിപ്പോൾ മാറി ഇങ്ങോട്ടായി, അവിടെ നിന്ന് മാറി ഇങ്ങോട്ടായി എന്ന് പറയുന്നില്ലേ, അതിനെ പറയുന്ന മൈഗ്രേറ്റിംഗ് ഇൻഫ്ലമേഷൻ ആണ്. അപ്പോൾ ആ നീർക്കെട്ട് മറ്റുള്ള ഇല്ലാത്ത ഭാഗങ്ങളിലൂടെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു പെയിൻ മാനേജ്മെന്റ് ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം, ഇപ്പോൾ യോഗാശ്രമിൽ നമ്മൾ അക്യുപഞ്ചറും റണ്ണിങ് കപ്പിങ്ങും അത് ഹീറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മളത് കുറച്ചിട്ട് ഇൻഫ്ലമേഷനെ മാറ്റി പിന്നെ യോഗ തെറാപ്പി അഡ്വൈസ് ചെയ്യുന്നത്.